മണിയുടെ നാദം ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിൻ്റെ പരിവർത്തനം സാധ്യമാക്കുന്നു. മനസ്സിലെ പ്രാരാബ്ധതകളെ അലിയിച്ച് ഭക്തിയുടെ തലത്തിലേക്ക് ലയിപ്പിക്കുകയും ഐശ്വര്യത്തിൻ്റെ ദീപക്കാഴ്ചകൾ മനസ്സിൽ നിറയ്ക്കുകയും ചെയ്യും. പിന്നീട് ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ മന്ത്രത്തിൻ്റെ ശബ്ദവും പൂക്കളുടെയും ധൂപത്തിൻ്റെയും ഗന്ധവും ഇടവിട്ട് താളത്തിലുള്ള മണിനാദവും ഭക്തിയുടെ ഒഴുക്കിൽ നമ്മളും ഒത്തുചേരുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അമ്പലമണിയുടെ ശബ്ദത്തിനും താളത്തിനും ഈണത്തിനും നമ്മുടെ മനസ്സിനെ വേഗത്തിൽ സ്വാധീനിക്കാൻ കഴിയും. ആ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സ് ശൂന്യമാകുകയും ധ്യാനനിരതമാകുകയും ചെയ്യും. പഞ്ചലോഹങ്ങളാൽ നിർമ്മിതമാണ് അമ്പലമണികൾ. വെറുമൊരു ശബ്ദമല്ല, നമ്മുടെ ബോധത്തിനെ ഉണർത്താനും തലച്ചോറിൻ്റെ ഇടതും വലതും വശങ്ങളെ ഒരുപോലെ ഉദ്ദീപിപ്പിക്കാനും മറ്റൊരു ശബ്ദത്തിനും കഴിയില്ല. ശരീരത്തിലെ 7 ചക്രങ്ങളെ ഉണർത്താൻ ഒരു മണിനാദത്തിന് കഴിയും. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ മണി മുഴക്കുന്നത് ഒരാചാരമല്ല. ആ ഒരു ചെറിയ പ്രവൃത്തി നമ്മളിൽ ഭക്തിയുടെ ആരംഭം കുറിക്കുന്നു. മഹത്തരമായ ഭക്തിയുടെ മറ്റൊരു തലത്തിലേക്ക് നമ്മെ കടത്തിവിടുന്നു. ജീവിതത്തിലെ പരാധീനതകളിൽ നിന്നും അകന്ന് നമ്മുടെ തന്നെ പ്രതിഫലനം ദർശിക്കാൻ നമ്മളെ സ്വയം തയ്യാറാക്കുന്നു. മണിയുടെ ശബ്ദം ഒന്നും ആവശ്യപ്പെടുന്നില്ല. ലളിതമായി നമ്മുടെ ശ്രദ്ധയും ബോധവും ദൈവത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള വഴിയാണത്. ഇനി എപ്പോഴാണോ അമ്പലത്തിൽ ഒരു മണിശബ്ദം കേൾക്കുന്നത്, ആ നിമിഷം ആ ശബ്ദത്തിൻ്റെ അലയൊലികൾ നിങ്ങളുടെ മനസ്സും ശരീരവും തഴുകി ഒഴുകുന്നത് സ്വയം അനുഭവിക്കുക.